വേൾഡ് ക്യാമ്പസ് കണക്ട് മെയ് 2 കണ്ണൂർ ഹോട്ടൽ സ്കൈ പേൾ, മെയ് 3 കോഴിക്കോട് ഹൈസൺ ഹെറിറ്റേജ്. കേന്ദ്രം പൂട്ടാൻ തീരുമാനിച്ചു കേരളത്തിലെ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളെ. അങ്ങനെ കേന്ദ്രം പൂട്ടാൻ വേണ്ടി തീരുമാനിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിലയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടി തയ്യാറായി കേരളം. എന്നാൽ ചില കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ വിലയ്ക്ക് വാങ്ങാൻ കേരളം തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പോലും അത് നിങ്ങൾ പരസ്യമായി നടക്കുന്ന ലേലത്തിൽ പങ്കെടുക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഇതാണ് ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ കേന്ദ്ര ഗവൺമെന്റിന്റെ കോർപ്പറേറ്റ് നയത്തെ ഉപേക്ഷിച്ചുകൊണ്ട് കേരള മോഡൽ, എല്ലാ രംഗത്തും കേരള മോഡൽ, വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും, തൊഴിൽ രംഗത്തായിരുന്നാലും, ആരോഗ്യ രംഗത്തായിരുന്നാലും, പൊതുവിതരണ രംഗത്തായിരുന്നാലും എല്ലാ രംഗത്തും ഒരു കേരള മോഡൽ ഇന്ത്യക്ക് കാണിച്ചു കൊടുത്ത ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഗവൺമെന്റാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്നതെന്ന് അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയുന്നതിന് വേണ്ടി കഴിയുമെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇന്നിപ്പോൾ രാജ്യത്ത് ഏറ്റവും ഉയർന്ന മിനിമം വേതനം ഉറപ്പാക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഞാനൊരു കാര്യം നിങ്ങളുടെ പറയാം, നമ്മുടെ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ നമ്മൾക്കും യൂണിയനുണ്ട്. ജയൻ ബാബു ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെയും സംസ്ഥാനത്തെ യൂണിയൻ്റെ ഒരു ഭാരവാഹിയാണ്. പക്ഷേ നമ്മളെ സിസ്റ്റർമാരായിരുന്നാൽ, അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരായിരുന്നാൽ, ടെക്നീഷ്യൻസുമാരായിരുന്നാൽ എല്ലാം ചെറുപ്പക്കാരാണ്. അവർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് വളരെ മിനിമം ശമ്പളമാണ് കിട്ടുന്നത്. നഴ്സുമാർക്കെല്ലാം കിട്ടുന്നത് 15,000 രൂപയ്ക്ക് താഴെയുള്ള ശമ്പളമാണ് കൊടുക്കുന്നത്. രാത്രി 24 മണിക്കൂർ ജോലി ചെയ്യണം. മിനിമം വേതനം നിശ്ചയിക്കുന്നതിന് വേണ്ടി കമ്മിറ്റി യോഗം വിളിച്ചാൽ വരില്ല. ആശുപത്രി ഉടമകളുടെ സംസ്ഥാന നേതാക്കന്മാർ നിങ്ങൾക്കറിയാമല്ലോ ആരൊക്കെയാണെന്ന്. തിരുവനന്തപുരത്ത് എടുത്താൽ തന്നെ, കണ്ണോടിച്ചാൽ തന്നെ അറിയാമല്ലോ. മുതലാളിമാർ വരില്ല. രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് മാത്രമേ ഇത് കാര്യം തീരുമാനിക്കാൻ വേണ്ടി പറ്റുള്ളൂ, മിനിമം വേതനം. എന്നാൽ മിനിമം വേതനം നിശ്ചയിക്കുന്നതിന് വേണ്ടിയുള്ള നിയമത്തിൽ ഒരു ക്ലോസ് പറയുന്നുണ്ട്. നിരന്തരമായി മുതലാളിമാർ വന്നില്ലെങ്കിൽ, മുതലാളിമാരുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും ഗവൺമെന്റിന് മിനിമം വേതനം തീരുമാനിച്ചുകൊണ്ട് നോട്ടിഫിക്കേഷൻ നടത്താൻ ഉള്ള അധികാരം ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ അധികാരം ഉണ്ടായിട്ട് പോലും ഇത്രയും നാളായിട്ട് ആരും തന്നെ അധികാരം എടുത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. സഖാക്കളെ, ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, ഈ പിണറായി വിജയൻ, 2ാം പിണറായി ഗവൺമെന്റാണ് അങ്ങനെ ആശുപത്രി ജീവനക്കാർക്ക് മുതലാളിമാരുടെ അഭിപ്രായം മറികടന്നുകൊണ്ട് മിനിമം വേതനം കൊടുക്കണമെന്നുള്ള ഒരു ഉത്തരവിറക്കുന്നതിന് വേണ്ടി തയ്യാറായത് ഈ ഗവൺമെന്റ് ആണെന്നുള്ള കാര്യം ഞാനിവിടെ നിങ്ങളോട് മുന്നിൽ പറയുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതാണ്ട് അവരിനി കോടതി പോകും. കോടതി പോയാലും അതിനേക്ക് അതിജീവിക്കാൻ കഴിയുമെന്നുള്ള കാര്യം സംശയമില്ല. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സുരക്ഷയും അന്തസ്സും ഓരോ തൊഴിലാളികൾക്കും നൽകുന്ന കാര്യത്തിൽ ഈ സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. തൊഴിലാളി വർഗത്തിൻ്റെ ഐക്യം തകർക്കുന്നതിന് വേണ്ടി വർഗീയതയും ജാതിയെയും ഭരണകൂടം ഉപയോഗിക്കുന്ന സ്ഥിതിവിശേഷവും നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയും. ഇന്നിപ്പോൾ ഏത് തെരഞ്ഞെടുപ്പായിരുന്നാലും ഇപ്പോൾ അവൻ തൊഴിലാളിയാണോ അല്ലെങ്കിൽ അവൻ ഇടതുപക്ഷ ജനാധിപത്യ ചിന്തകനാണോ എന്നുള്ള അല്ലല്ലോ ചോദ്യം. അവൻ മുസ്ലിം വോട്ടാണോ, ഈഴോ വോട്ടാണോ, നായർ വോട്ടാണോ, നമ്പൂതിരി വോട്ടാണോ? ഇതാണ് ഇന്നിപ്പോൾ. അതിനാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഒരു മുതലാളിത്ത സമൂഹം ഇങ്ങനെ ചർച്ച ചെയ്ത് കൊണ്ട് വരുന്നത്. അവർ തൊഴിലാളിയാണോ അല്ലെങ്കിൽ ഏത് വിഭാഗം തൊഴിലാളിയാണോ എന്നുള്ള നിലയിലുള്ള ചർച്ച ഇല്ല. നമ്മൾ വരാൻ പോകുന്ന വിദൂര ഭാവിയിലെങ്കിലും അതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കണം എന്നുള്ളതാണ്. പട്ടിണിക്ക് ജാതിയുണ്ടോ? നമ്മൾ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട തൊഴിലാളി എത്രയോ പേര്. അതിന് ജാതിയില്ലല്ലോ, അതിന് മതമില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ചിക്കാഗോയിലെ രക്തസാക്ഷികൾ പകർന്നു തന്ന ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നോയിഡയിലെ തൊഴിലാളികൾ നടത്തുന്ന സമരത്തിനൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മെയ് ദിനത്തിൽ സ്വകാര്യവൽക്കരണം, തൊഴിൽ നിയമങ്ങൾ അട്ടിമറിക്കൽ, ഇന്ത്യൻ കാർഷിക മേഖലയിൽ കോർപ്പറേറ്റ് അധിനിവേശം, ഫെഡറൽ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണം, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, സ്വേച്ഛാധിപത്യപരമായ അടിച്ചമർത്തലുകൾ എന്നിവയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ശക്തമാക്കുന്നതിന് വേണ്ടി ഉള്ള ആഹ്വാനമാണ് CITU ഇന്ത്യൻ തൊഴിലാളികളോട് അഭ്യർത്ഥിക്കുന്നത്. തൊഴിലാളി വർഗത്തോടും കർഷകരോടും എല്ലാ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളോടും CITUവിന് ആഹ്വാനം ചെയ്യാനുള്ളത് അതാണ്. ഈ പോരാട്ടങ്ങളെ അതാത് മേഖലയിലും ദേശീയ തലത്തിലും കൂടുതൽ ശക്തമായ തലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും സുരക്ഷിതമായ ജോലി, മാന്യമായ വേതനം, സാർവത്രികമായ സാമൂഹിക സുരക്ഷ എന്നിവയ്ക്കായി
പോരാടാൻ ഞങ്ങൾ ഈ മെയ് ദിനത്തിൽ പ്രതിജ്ഞയെടുക്കുകയാണ്. വർഗീയതയുടെയോ ജാതിയുടെയോ മറ്റ് വിഭാഗീയ ചിന്തകളുടെയോ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഞങ്ങൾ പരിശോധിക്കും. CIT പരിശോധിക്കും. ചൂഷണം, അസമത്വം, അടിച്ചമർത്തൽ എന്നിവയാണ് മുക്തമായ ബദൽ സമൂഹത്തിനായി തൊഴിലാളി കർഷക സഖ്യം ശക്തിപ്പെടുത്തും എന്ന പ്രതിബദ്ധത CIT ആവർത്തിക്കുകയാണ്. ഈ മെയ് ദിനത്തിൽ CIT 18ാം സമ്മേളനത്തിൽ രൂപപ്പെടുത്തിയ കുറേ കാഴ്ചപ്പാടുകളും കുറേ നിഗമനങ്ങളും ഉണ്ട്. ആ നിഗമനങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും. ഗുരുതരമായ വ്യവസ്ഥാപിത പ്രതിസന്ധിയിൽ ഏർപ്പെട്ട നവോദാരവൽക്കരണ മുതലാളിത്ത ക്രമത്തിൻ്റെ വിനാശകരമായ ആഘാതത്തിനെതിരായാണ് നാം പോരാടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കിരാതമായ ചൂഷണ വ്യവസ്ഥയെ മാറ്റുവാനുള്ള പോരാട്ടത്തെ കൂടുതൽ ശക്തമാക്കും എന്നുള്ളത് തന്നെയാണ് CITൻ്റെ നിലപാട് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ BJP ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി എന്ന് പറയുന്ന ഒരു വാക്ക് പോലും അവരുടെ ഒരു രേഖയിലും കാണുന്നതിന് വേണ്ടി നമുക്ക് കഴിയുന്നില്ല. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റിൽ നാം പരിശോധിച്ച് നോക്കിയാൽ ഒരു തൊഴിലാളിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടും സ്വീകരിക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 29 കോഡുകളുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരെയും ബാധിക്കുന്നതാണ് 29 കോഡുകൾ എന്ന് പറയുന്നത്. ഈ 29 കോഡുകളാണ് നമ്മുടെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത്. അവൻ്റെ A to Z വരെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി താങ്ങും തണലുമായി നിൽക്കുന്നത് ഈ 29 നിയമങ്ങളാണ്. ആ 29 നിയമങ്ങൾ അങ്ങനെ നിന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കുത്തക മുതലാളിമാരെ തങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് BJPയുടെ ഗവൺമെൻറ് ഈ കോഡുകളെ റദ്ദു ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. ഈ നിയമങ്ങളെ റദ്ദു ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ആ റദ്ദു ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച നടന്ന പാർലമെൻറ്റിൽ നമുക്ക് ഈ തൊഴിലാളി വർഗത്തിന് വേണ്ടി പറയാൻ ആരെങ്കിലും ഉണ്ടോ? കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർ ആ ചർച്ചയിൽ പങ്കെടുത്തതേയില്ല. ആകെ ഈ ചർച്ചയിൽ പങ്കെടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പാർലമെൻറ്റ് മെമ്പറായിട്ടുള്ള ഇന്നിപ്പോൾ CIT ആലീൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഇളവനം കരീം അടക്കമുള്ള 4-5 ഇടതുപക്ഷ MPമാർ മാത്രമാണ് ഈ കോഡിൻ്റെ ഈ തീരുമാനം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ തീരുമാനം ഏതുവരെയായി കേരളത്തിൽ നടപ്പിലാക്കേണ്ടതെന്ന് സംബന്ധിച്ചിടത്തോളം ദിനംപ്രതി ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.